ഹലോ, എങ്ങനെയുണ്ട് ഇപ്പൊ? കാലിന് വേദനയൊക്കെ ഉണ്ട്, കുറവായി വന്നു സാറേ. മാറിക്കോളും കേട്ടോ. ഗവൺമെന്റിൽ വീടിന് വല്ല ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? അതൊന്നും ഇല്ല സാറേ, ഒന്നും അറിവായിട്ടില്ല. അതിന്റെ ശ്രമങ്ങളൊക്കെ അവിടെ ഏത് പഞ്ചായത്തിലാണ് നിങ്ങളുള്ളത്? അടിമാലി പഞ്ചായത്ത്. പിന്നെ സാറേ, എനിക്ക് വേറെ ഒരു സഹായത്തിന് ആരുമില്ല. ഒരു കാല് മുറിച്ച് മാറ്റേണ്ടി വന്നു. അവര് വേറെ വയ്ക്കോ? അപ്പൊ അതിന് സമയമാകുമ്പോ കേട്ടോ നോക്കാം കേട്ടോ. ശരി, ഓക്കെ. മനസ്സ് വിഷമിച്ച പ്രഷർ കയറും, പല പല പ്രശ്നങ്ങൾ വരും. 39 ദിവസത്തിന് ശേഷം എൻ്റെ പെങ്ങൾ ഇന്ന് ആശുപത്രി ഡിസ്ചാർജ് ആവുകയാണ്. അതിനുവേണ്ടി എല്ലാ സഹായവും തന്ന എല്ലാവരോടും നന്ദിയുണ്ട്. കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനും മമ്മൂക്കയ്ക്കും പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുന്നു. അദ്ദേഹം നമ്മളെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു, പെങ്ങളായിട്ടും സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ബാക്കി നമുക്ക് കൃത്രിമമായിട്ട് കാല് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം സഹായം ചെയ്യാമെന്ന് നിലവിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ രാജഗിരി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടേഴ്സിനോടും നമ്മളെ സഹായിച്ച നമ്മുടെ നേഴ്സുമാരായിക്കോട്ടെ, ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളായിക്കോട്ടെ, അവരോടും എല്ലാവരോടും നമ്മൾ നന്ദി അറിയിക്കുന്നു. നമ്മുടെ സന്ധ്യ മുറിവുകളെല്ലാം കരിഞ്ഞ് വീട്ടിൽ പോകാനുള്ള ഒരു ഇതിലായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനിയുള്ളത് നമ്മുടെ കാലിൽ പ്രോസസ്സസ് വെക്കുക എന്നുള്ള, അത് മുറിവ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം നല്ലൊരു പ്രോസസ്സ് വെച്ച് നന്നായിട്ട് നടക്കാൻ പാകത്തിനാക്കാം എന്നുള്ളതാണ് പ്രതീക്ഷ. ഈ 6-7 മണിക്കൂറിനേക്കാളും കൂടുതൽ ബ്ലഡ് ഫ്ലോ നമ്മുടെ മസിൽസിന് റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മസിൽസ് റിവേഴ്സിബിൾ നെക്രോസിസിലേക്ക് പോകും. സോ കംപ്ലീറ്റ് ഡാമേജിലേക്ക് പോയ ഈ മസിൽസ് കാരണം ഒരുപാട് ടോക്സിൻസ് റിലീസായിട്ട് പേഷ്യൻറ്റിൻ്റെ വേറെ ആന്തരിക അവയവങ്ങളായ കിഡ്നി, ലിവർ ഇതിനൊക്കെ ഇഞ്ചുറി കോസ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ഇഞ്ചുറി മാർക്കേഴ്സൊക്കെ വളരെ ഹൈ ആയിരുന്നു. BP അതേപോലെ മെയിൻറ്റെയിൻഡ് ആയിരുന്നില്ല. സോ അതുകൊണ്ട് പിന്നെ ദൗർഭാഗ്യവശാൽ നമുക്ക് ലെഫ്റ്റ് ലെഗ് പേഷ്യൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംപുറ്റേറ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ മുറിവുകളൊക്കെ ഒരുവിധം നന്നായി ഗുണപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. പേഷ്യൻറ്റിനെ ഇനിയിപ്പോൾ നമ്മൾ നടത്തി തുടങ്ങി. വാക്കർ സഹായത്താൽ പേഷ്യൻ്റ് വളരെ നന്നായി നടന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് പേഷ്യൻ്റ് 1-2 ആഴ്ചകളിൽ ഈ മുറിവുകൾ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ലെഗിൽ ഒരു പ്രോസ്തസിസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് നടന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വരാം.